എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഓരോരുത്തരെയും കുറ്റം പറഞ്ഞും തെറി പറഞ്ഞും ഒക്കെ മടുത്തു. അപ്പോൾ ചില ആളുകളെ കുറിച്ചിട്ട് ഇനി അതൊന്നും വയ്യാന്നേ, ചെയ്തും പറഞ്ഞും ഒക്കെ മടുത്തു. എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടെങ്കിലല്ലേ അത്തരത്തിൽ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയുന്നത് മറ്റാരെ കുറിച്ചിട്ടുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ അടിപൊളി ഡാൻസർ ആയിട്ടുള്ള നമ്മുടെ ഒരു അണ്ണനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര ഡാൻസാണ്. പുള്ളിക്കാരൻ്റെ ഡാൻസൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാവേ. ഭയങ്കര ഡാൻസാണ്, ഭയങ്കര ഫാൻസാണ് പുള്ളിക്കാരൻ ഭയങ്കര ഹാൻഡ്സ് ഓണ്, ഭയങ്കര സ്മാർട്ടാണ്, അങ്ങനെ പലതുമാണ്, ജിമ്മനാണ് എന്നൊക്കെയാണ് ഇവിടെ പുതിയ ആളുകളൊക്കെ പറഞ്ഞു വരുന്നത്. ആരാണ് ആ പുതിയ ആളുകൾ? ആരാണ്? അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പല ആളുകളും ഇയാളെ കുറിച്ചിട്ട് പറഞ്ഞു വരുന്നത്. പല ആളുകൾ എന്ന് പറയുകയാണെങ്കിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദമൊക്കെ അത്തരത്തിലാണ് കേട്ടോ പറയുന്നത്. എൻ്റെ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ പാൻറ്റും ഉടുപ്പൊക്കെ ധരിച്ച് വരുമ്പോൾ കാണുന്ന ഒരാളൊന്നുമല്ല. ലുങ്കിയൊക്കെ അങ്ങോട്ട് മടക്കി ഉടുത്ത് വന്നാലുണ്ടല്ലോ പുലിയാണ്. നരസിംഹത്തിലെ നമ്മുടെ ലാലേട്ടൻ പോലും ദൂരെ മാറി നിൽക്കും. അത്തരത്തിലാണ് പുള്ളിക്കാരൻ്റെ പ്രകടനം എന്ന് പറഞ്ഞാൽ. പിന്നെ ഡാൻസ് കളിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പുള്ളിക്കാരൻ ചാക്കോച്ചനെ കടത്തി കിട്ടുമെന്നേ. എന്തായാലും നമുക്ക് പുള്ളിക്കാരൻ്റെ ചാക്കോച്ചൻ നൃത്തം ഒന്ന് കണ്ടിട്ട് വരാട്ടോ. Tamarayali, pamakin ka, pagkamatay Sandalinyate, pinagtatote, asadi ka mamanas, umalayali, ali tamarayali, pagkatintalik, pinanali, alaluli, malitamarayali, pagkatintalik. അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് പുള്ളിക്കാരൻ ഡാൻസ് കളിക്കുന്നത്. ഇത്രയും നല്ലതുപോലെ ഡാൻസ് കളിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ മുണ്ട് മടക്കി കുത്തി ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ നമ്മുടെ ലാലേട്ടൻ പോലും ദൂരെ പോയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ലാലേട്ടൻ്റെ ലുക്കിൽ വരുന്ന അലൻ ജോസ് പെരേരയെ നമുക്ക് കണ്ടിട്ട് വരാം. ഭയങ്കരം തന്നെ. ഇത്രയും മനോഹരമായിട്ടൊക്കെ എങ്ങനെ ഈ പുള്ളിക്കാരൻ നൃത്തം ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ശരിക്കും ഇത്രയധികം നന്നായിട്ട് ഇയാൾക്ക് നൃത്തം ചെയ്യാൻ അറിയാമെന്നുള്ളത് എനിക്കിപ്പോഴാട്ടോ മനസ്സിലാവുന്നത്. പിന്നെ ആ ഒരു പെൺകുട്ടിയുടെ കാര്യം, എൻ്റെ പൊന്നോ, എത്ര ബ്യൂട്ടിഫുൾ ആയി ഒരു പെങ്കൊച്ചിനെ കാണാനായിട്ട്. ശരിക്കും അലൻ ജോസ് പെരേരയും ഈ ഒരു പെങ്കൊച്ചും കൂടി നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ശിവപാർവതിമാരെ പോലെയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ കമന്റോളികൾ പറയുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, കമന്റോളികൾ പറയുന്നതാണേ. അത്ര അടിപൊളിയായിട്ടുണ്ട്. പിന്നീട് പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ഈ ഒരു പുള്ളിക്കാരൻ്റെ വെള്ളത്തിൽ കിടന്നുള്ള ഒരു ഡാൻസ് ഉണ്ട്. എൻ്റെ ദൈവമേ, ശരിക്കും ഈ ഒരു പയ്യനെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നുടേ ഇതൊക്കെ? ഞാൻ ഒരുപാട് ചിന്തിച്ച് നോക്കി. ചിന്തിച്ച് വട്ടായി എന്നാണ് തോന്നുന്നത്. പക്ഷെ എന്ത് പറയാനും ആ ഒരു വെള്ളത്തിൽ, അതായത് കടാപ്പുറത്ത് കയറി ഇങ്ങനെ കിടക്കുകയാണ് പുള്ളിക്കാരൻ. അങ്ങോട്ട് കടലിൽ നിന്ന് തിരമാലകളൊക്കെ വന്നിട്ട്, നിങ്ങൾ കണ്ടോളൂ, ആ ഒരു സീൻ ഇവിടെ വെച്ചേക്കാം. അപ്പം അങ്ങനെയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ വാഴ എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു വാഴയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാൻസുകാരൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. ഒരു വീഡിയോ, അത് വളരെ പ്രാധാന്യമേറിയ ഒരു വീഡിയോ ആണ്. പക്ഷേ ഈ ഒരു ഡാൻസ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു ഡാൻസ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ വർഷം ഉണ്ടല്ലോ 2026 സ്പെഷ്യലായിട്ട് ഇറങ്ങിയ ഒരു ഡാൻസാണ്. ഈ ഒരു ഡാൻസ് മമ്മൂക്കയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് വന്നിരിക്കുകയാണ് ഈ ഒരാളെന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ആ ഒരു ഡാൻസ് കണ്ടിട്ട് ആരും ഞെട്ടല്ലേ കേട്ടോ. ഇനി ആരെങ്കിലും ഞെട്ടാനായിട്ട് തയ്യാറായിട്ടുണ്ടെങ്കിൽ മാറിയിരുന്ന് ഞെട്ടിയാൽ മതി. തീർച്ചയായിട്ടും ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഞെട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ മമ്മൂക്കയെ പഠിപ്പിച്ചു കൊടുത്ത ഡാൻസ് ഒന്ന് കണ്ടിട്ട് വരാം.
ശരിക്കും ഈ ഒരു ഡാൻസ് കണ്ടു കഴിഞ്ഞാൽ മമ്മൂക്ക മടല് വെട്ടി അടിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ എന്തായാലും മമ്മൂക്ക ഫാൻസൊക്കെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ പാവം പയ്യനല്ലേ അങ്ങ് വെറുതെ വിട്ടേക്ക്. എന്തായാലും മമ്മൂക്കയ്ക്ക് എന്തായാലും ഇതുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ മമ്മൂക്ക ഓടിക്കും, വളപ്പിൽ പോലും കയറ്റത്തില്ല. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ഇട്ടേക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.